നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ വർഗ്ഗസമവാക്യങ്ങൾ എന്ന യൂണിറ്റിലെ പേജ് നമ്പർ 45-ലെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കിയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്ക്വയർ ഓഫ് സം ഓഡ് നമ്പേഴ്സ് ആൻഡ് ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ വൈ ദേ ആർ ട്രൂ. അതായത് കുറേ ഒറ്റസംഖ്യകളുടെ വർഗ്ഗം കണക്കാക്കി ചൂടെ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുക, അവ ശരിയാകാനുള്ള കാരണം വിശദീകരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഓഡ്. ഒറ്റസംഖ്യകളുടെ എല്ലാ വർഗ്ഗങ്ങളും ഒറ്റസംഖ്യകളാണ്. അപ്പം നമ്മളത് അങ്ങനെ പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? ഒറ്റസംഖ്യകളുടെ എല്ലാം വർഗ്ഗം ഒറ്റസംഖ്യയാണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഒറ്റസംഖ്യകളുടെയും വർഗ്ഗം ഒറ്റസംഖ്യയാണ്, അല്ലെങ്കിൽ എല്ലാ ഓഡ് നമ്പറിൻ്റെയും സ്ക്വയർ മറ്റൊരു ഓഡ് നമ്പറാണ് എന്നത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഈ ഓഡ് നമ്പറിൻ്റെ ഓൾജിബ്രായിക് ഫോം എഴുതണം. അതിനുശേഷം ഈ സ്ക്വയർ എടുക്കുമല്ലോ, ഈ ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അതിൻ്റെ ഓൾജിബ്രായിക് ഫോമിലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമുക്കിവിടെ വേണ്ടത്. അതായത് ഓഡ് നമ്പറിൻ്റെ ഓൾജിബ്രായിക് ഫോമും അതുപോലെ ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ ഓൾജിബ്രായിക് ഫോമും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് അവിടെ ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7 അങ്ങനെയാണ്. അതാണല്ലോ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റസംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ 1, 9, 20, അതായത് 1ൻ്റെ സ്ക്വയർ 1, 3ൻ്റെ സ്ക്വയർ 9, 5ൻ്റെ സ്ക്വയർ 25, 7ൻ്റെ സ്ക്വയർ 49, അങ്ങനെ പോകും. ഇനി നമ്മളിതിൻ്റെ ഓൾജിബ്രായിക് ഫോം എഴുതണം. ഓഡ് നമ്പറിൻ്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് 2n+1. ഇതെങ്ങനെ വന്നു എന്നറിയോ? അറിയാം. ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7, 9 എന്നിങ്ങനെയാണല്ലോ പോകുന്നത്, അല്ലേ? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെയാണ് പോകുന്നത്? അതായത് 1, 2, 3, 4, 5 ഇങ്ങനെയാണ് പോകുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഓഡ് നമ്പറിൻ്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് 2n+1 ആണ്. ഇതാണ് 2n+1. ഇതെങ്ങനെ വന്നു? ഇവിടെ നോക്കിയോളൂ. 2 ഇൻറ്റു നാച്ചുറൽ നമ്പേഴ്സ് n ആണ് ഇതായി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു n, 1 നമ്മൾ കൊടുക്കുകയാണ്, +1 ആണല്ലോ. ഇവിടെ നമ്മൾ n-ന് കൊടുത്തു. അപ്പോൾ 2 ഇൻറ്റു 1+1 എത്ര കിട്ടും? 2 ഇൻറ്റു 1 2, 2+1 3 ആണല്ലോ. ഇനി നമുക്ക് 2 കൊടുത്തു നോക്കാം. അതായത് 2 ഇൻറ്റു 2+1, 2 ഇൻറ്റു 2 എത്രയാണ്? 4, 4+1 5. കണ്ടോ? ഇത് രണ്ടും എന്താണ്? ഓഡ് നമ്പർ ആണല്ലോ. അതുപോലെ 3 കൊടുത്തു നോക്കാം. 2 ഇൻറ്റു 3+1, 2 ഇൻറ്റു 3 6, 6+1 7. കണ്ടോ? 3, 5, 7 എല്ലാം ഓഡ് നമ്പർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 4 കൊടുത്താലും അടുത്ത് നമുക്ക് 9 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓഡ് നമ്പറിൻ്റെ ഓൾജിബ്രായിക് ഫോം മനസ്സിലാക്കുന്നത്. എത്രയാണ്? 2n+1. അതാണ് ഓഡ് നമ്പറിൻ്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾജിബ്രായിക് ഫോം ഓഫ് ഓഡ് നമ്പർ 2n+1. അങ്ങനെയാണെങ്കിൽ ഓൾജിബ്രായിക് ഫോം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പർ, ഈ ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 2n+1-നെ ഹോൾ സ്ക്വയർ ചെയ്താൽ പോരെ? അപ്പോൾ അതാണ് നമ്മൾ 2n+1 ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മളിതിനെ സോൾവ് ചെയ്യണം. നമുക്കറിയാം 2n+1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം x+y ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമാറ്റാണ്. x+y ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ആ ഇക്വേഷൻ എന്താണ്? x² + 2xy + y². അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യണം. അതായത് 2n ദ ഹോൾ സ്ക്വയർ + 2 ഇൻറ്റു 2n ഇൻറ്റു 1 + 1². ഇവിടെ നമുക്കുള്ള നമ്പർ 2n+1 ദ ഹോൾ സ്ക്വയർ. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം 2n+1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? x+y ദ ഹോൾ സ്ക്വയർ. ആ ഒരു ഫോർമാറ്റിലാണ്. x+y ദ ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? x² + 2xy + y². നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ എഴുതാം. അതായത് x-ന് പകരം 2n-ഉം y-ക്ക് പകരം 1-ഉം. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? x-ന് പകരം 2n. അപ്പോൾ 2n ദ ഹോൾ സ്ക്വയർ + 2xy. അപ്പം 2 ഇൻറ്റു x എത്രയാണ്? 2n. അപ്പം 2n ഇൻറ്റു y എത്രയാണ്? 1 ഇൻറ്റു 1 പ്ലസ് അടുത്തത് y², 1². അപ്പം 1². ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. 2n ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2n ഇൻറ്റു 2n എന്ന് എഴുതാം. പ്ലസ് 2 ഇൻറ്റു 2n ഇൻറ്റു 1 + 1. 1²ൻ്റെ വാല്യൂ 1 ആയിരിക്കും. 2n ഇൻറ്റു 2n, ഇതിൽ നമ്മൾ 2 ഇൻറ്റു 2 എന്ന് എഴുതാമല്ലോ. n ഇൻറ്റു n എത്രയാണ്? n². ഓക്കെ ആണല്ലോ. പ്ലസ് ഇവിടെ 2 ഇൻറ്റു 2n ഇൻറ്റു 1 ചെയ്താൽ ഇല്ലെങ്കിൽ ഒരേ വാല്യൂ തന്നെയാണ്. അപ്പോൾ അതങ്ങനെ എഴുതാം. +1 ആണല്ലോ. ഇനി ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. നമുക്ക് ഈ 2-നെ അങ്ങ് പുറത്തെടുക്കാം. ബാക്കി ഇവിടെ എത്രയുണ്ട്? 2n². അത് കൊടുത്തു. പ്ലസ് ഇവിടുത്തെ 2 നമ്മളിനി പുറത്തെടുത്തു. ബാക്കി ഇവിടെ എത്രയുണ്ട്? 2n. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. +1. കിട്ടിയ ഈ ബ്രാക്കറ്റിൽ കിട്ടിയ വാല്യൂ 2n² + 2n. ഈ 2n² + 2n-നെ നമുക്ക്
കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിന് നമ്മൾ ഈ വാല്യൂ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഈ ഒരു ഫോർമാറ്റ് എങ്ങനെ മാറും? 2 ഇൻറ്റു ഇതെങ്ങനെ മാറും? 2 ഇൻറ്റു 2n² പ്ലസ് 2n നമ്മൾ എന്താ കൊടുത്തേ? കെ. അപ്പോൾ 2 ഇൻറ്റു കെ പ്ലസ് 1, അതായത് നമുക്ക് എങ്ങനെ എഴുതാം? 2k പ്ലസ് 1. ഇങ്ങനെ എഴുതിക്കൂടെ? 2k പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഓഡ് നമ്പറിൻ്റെ നോർമൽ ഫോർമാറ്റ് എന്താണ്? 2n പ്ലസ് 1 ആണല്ലോ. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ ഇവിടെ എന്നിന് പകരം എന്താണ്? കെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതവിടെ നോട്ടിൽ നോക്കിയോളൂ. This is the algebraic form of odd number. So we can say that square of any odd number is odd. ഏതൊരു ഓഡ് നമ്പറിൻ്റെ സ്ക്വയറും ഏതായിരിക്കും? ഓഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഏതൊരു ഒറ്റസംഖ്യയുടെയും വർഗം എന്ന് പറയുന്നത് മറ്റൊരു ഒറ്റസംഖ്യ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. മലയാളം മീഡിയംകാർക്കുള്ള ആ നോട്ടാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് ഏതൊരു ഒറ്റസംഖ്യയുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആണ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു നമ്പറിനെയും 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം കിട്ടുന്ന അല്ലെങ്കിൽ 1 റിമൈൻഡർ ആകുന്ന എന്താണ് ഒരു ഓൾജിബ്രായിക് ഫോം എഴുതണം. ഏതൊരു നാച്ചുറൽ നമ്പറിനെ ഏതൊരു എണ്ണൽ സംഖ്യയെയും എടുക്കുക, എന്നിട്ട് അതിനെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുക. അങ്ങനെ ഹരിച്ചു കഴിഞ്ഞാൽ 1 മിച്ചം കിട്ടണം. ആ രീതിയിലുള്ള നമ്പേഴ്സിൻ്റെ ഒരു ഓൾജിബ്രായിക് ഫോം നമ്മൾ എഴുതണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഓഡ് നമ്പറിൻ്റെ ഓൾജിബ്രായിക് ഫോം എഴുതണം. അതിനുശേഷം ഈ ഓഡ് നമ്പറിൻ്റെ ഓൾജിബ്രായിക് ഫോമിനെ നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ കണ്ടുപിടിക്കുന്ന സ്ക്വയർ കണ്ടുപിടിച്ചാൽ നമുക്കൊരു ഓൾജിബ്രായിക് ഫോം കിട്ടുമല്ലോ. ഈ കിട്ടുന്ന ഓൾജിബ്രായിക് ഫോമും പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 റിമൈൻഡർ വരുന്ന ആ നമ്പറിൻ്റെ ഓൾജിബ്രായിക് ഫോമും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് നമുക്കിവിടെ വേണ്ടത്. ഇവിടെ ഓഡ് നമ്പേഴ്സ് 1 3 5 7 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ 1 9 25 49. ഇനി ഓൾജിബ്രായിക് ഫോം ഓഫ് ഓഡ് നമ്പർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 2n പ്ലസ് 1 ആണ്. ദെൻ ഓൾജിബ്രായിക് ഫോം ഓഫ് ഓഡ് നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിസിബിൾ ബൈ 4. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന ഓഡ് നമ്പറിൻ്റെ ഓൾജിബ്രായിക് ഫോം അതെന്താണ്? 4n പ്ലസ് 1 ആണ്. ആ 4n പ്ലസ് 1 എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരുന്ന നമ്പറിൻ്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് 4n പ്ലസ് 1 ആണ്. ഇപ്പോൾ 4ൻ്റെ ഗുണിതത്തിൻ്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് 4n ആണ്. 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ ഓൾജിബ്രായിക് ഫോം 4n ആണ്. അതെങ്ങനെ വന്നു എന്നറിയാമോ? എന്നിൻ്റെ നമ്മൾ വാല്യൂ 1 2 3 4 ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് അറിയാം 4 ഇൻറ്റു 1 ആണെങ്കിൽ 4, 4 ഇൻറ്റു 2 ആണെങ്കിൽ 8, 4 ഇൻറ്റു 3 ആണെങ്കിൽ, അതായത് എന്നിന് നമ്മൾ 1 2 3 എന്നിങ്ങനെയുള്ള വാല്യൂ കൊടുക്കുകയാണ്. അങ്ങനത്തെ വാല്യൂ കൊടുക്കുമ്പോൾ 4 8 12. ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇതെല്ലാം 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ, 4ൻ്റെ ഗുണിതങ്ങളാണല്ലോ. 1 ഇൻറ്റു 4 4, 2 ഇൻറ്റു 4 8, 3 ഇൻറ്റു 4 12, 4 ഇൻറ്റു 4 എത്രയാണ്? 16 ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ജനറൽ ഫോം എന്ന് പറയുന്നത് 4n പ്ലസ് 1, അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 കൂട്ടുക, അപ്പോൾ നമുക്ക് എത്ര വരും? 5 വരും. അങ്ങനെ ആകുമ്പോഴല്ല 4n പ്ലസ് 1 എന്ന് പറഞ്ഞ ഫോർമാറ്റിലോട്ടായില്ലേ. ഇപ്പം 8 പ്ലസ് 1 10, 12 പ്ലസ് 1 13, 6 പ്ലസ് 1 17. കണ്ടോ? ഈ നമ്പറിൻ്റെ 1 കൂട്ടി, അതായത് ഇപ്പോൾ ഈ ഫോർമാറ്റിലുള്ളതാണ് നമുക്ക് കിട്ടിക്കുന്നത്. 4n പ്ലസ് 1 അല്ലെ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. അതെ, 4 ഇൻറ്റു 1 4, 4 പ്ലസ് 1 5, ഇനി 4 ഇൻറ്റു 2 8, 8 പ്ലസ് 1 9. അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ കിട്ടുന്ന നമ്പർ ഇപ്പോൾ നമുക്ക് 5 എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 4 4 ആണല്ലോ. 5ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 1. കണ്ടോ? ഇവിടെ റിമൈൻഡർ എത്ര കിട്ടി? 1 കിട്ടിയില്ലേ. അതുപോലെ നമ്മൾ 9 ചെയ്യുവാണെങ്കിൽ 9/4. അപ്പം 2 ഇൻറ്റു 4 8, 9 മൈനസ് 8 1. കണ്ടോ? ഇവിടെ റിമൈൻഡർ എത്ര കിട്ടി? 1. അപ്പോൾ ഇവിടെ നമുക്ക് 4n പ്ലസ് 1 എന്ന് പറയുന്ന ഫോർമാറ്റിലാണെങ്കിൽ അവിടെ നമുക്ക് ആ 4ന് ഏതൊരു നമ്പറിനെയും 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് 1 ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ 4n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആൾജിബ്രായിക് ഫോമിൽ എടുത്തേക്കുന്നത്. ഇനി ഓൾജിബ്രായിക് ഫോം ഓഫ് ഓഡ് നമ്പർ നമുക്ക് നേരത്തെ അറിയാമെന്നുള്ളതാണ് 2n പ്ലസ് 1. അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 2n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 2n ദ ഹോൾ സ്ക്വയർ പ്ലസ് നമ്മൾ നേരത്തെ ഇത് പറഞ്ഞതാണ് 2 ഇൻറ്റു 2n ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് എഴുതുമ്പോൾ 4n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1 എന്ന് വരും. നമുക്കറിയാം ഇവിടെ നമ്മൾ 4n പ്ലസ് 1 എന്നുള്ള ഒരു ഫോർമാറ്റിലോട്ട് കൊണ്ടുവരണം. സ്ക്വയർ എടുക്കുമ്പോൾ ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് 4n പ്ലസ് 1 എന്ന് പറയുന്ന ആ ഫോർമാറ്റിലോട്ടാണ് കൊണ്ടുവരേണ്ടത്. അപ്പം നമുക്കിവിടെ
4 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ബാക്കി എന്തുണ്ട്? n സ്ക്വയർ പ്ലസ് n എന്നുണ്ട് അല്ലേ? +1 അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ n സ്ക്വയർ പ്ലസ് എന്നിനെ നമ്മൾ കെയ്ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പം ഹിയർ k = n സ്ക്വയർ പ്ലസ് n എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അത് 4k + 1 എന്ന് വരും. കണ്ട? അപ്പോൾ നൗ വി ക്യാൻ സേ ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിസിബിൾ ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതൊരു ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരാം? 1 റിമൈൻഡർ വരാം. അപ്പോൾ അതിൻ്റെ മലയാളം മീഡിയംകാരുടെ നോട്ടാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ്പ്ലനേഷൻ നമ്മൾ കഴിഞ്ഞ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർ അവിടോട്ട് നോക്കുക. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 8. അതായത് ഏതൊരു ഒറ്റ സംഖ്യയുടെയും വർഗ്ഗത്തെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആണ്. ആദ്യം നമ്മൾ പറഞ്ഞ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആണെന്ന്. ഇപ്പോൾ പറയുന്നത് 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആണെന്ന്. അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന ഒറ്റ സംഖ്യകളുടെ വർഗ്ഗത്തെ 8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏതൊരു ഒറ്റ സംഖ്യയുടെയും വർഗ്ഗത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 1 റിമൈൻഡർ കിട്ടും. അതുപോലെ ഏതൊരു ഒറ്റ സംഖ്യയുടെയും വർഗ്ഗത്തെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 1 നിങ്ങൾക്ക് റിമൈൻഡർ കിട്ടും. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ എന്താണ്? കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടാണിത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നോട്ട് ഇതാണ്. മലയാളം മീഡിയം നോട്ട് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ സ്ക്വയർ ഓഫ് സം നാച്ചുറൽ നമ്പർ ബൈ 4. എക്സ്പ്ലെയിൻ വൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ബിലോ ആർ ട്രൂ. അതിൻ്റെ ആൻസേഴ്സാണ് ഇതാ കൊടുത്തിട്ടുള്ളത്. അതായത് കുറേ എണ്ണൽ സംഖ്യയുടെ വർഗ്ഗങ്ങളെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം കണക്കാക്കുക. ചുവടെ പറയുന്ന കാര്യങ്ങളുടെ കാരണം വിശദീകരിക്കുക. ഏതൊരു എണ്ണൽ സംഖ്യയുടെയും വർഗ്ഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് ഇംഗ്ലീഷ് മീഡിയം ആണ്. ഇനി അടുത്തത് മലയാളം മീഡിയംകാർക്കുള്ളത്. അതിൻ്റെ ആ സെയിം ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എനി നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 2 or 3 ഓൺ ഡിവിഷൻ ബൈ 4 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 അല്ലെങ്കിൽ 3 ആകുന്ന സംഖ്യകളൊന്നും പൂർണ്ണവർഗ്ഗങ്ങളല്ല. അതിൻ്റെ ആൻസറാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത് മലയാളം മീഡിയംകാർക്കുടെ ഉള്ള നോട്ടും റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് മീഡിയംകാരുടെ നോട്ടുമാണ്.